സത്യം പറഞ്ഞ എല്ലാരും കൂടെ ഗ്രൂപ്പ് കളിച്ചു സാറിനെ ഒതുക്കി. അസൂയ, എല്ലാവരും അസൂയ. ആ സിനിമ റിലീസ് ആയിരുന്നെങ്കിൽ ഞാൻ ഇന്നും പറയാണ് 100 ദിവസം ഓടിയന് എനിക്ക് ബെസ്റ്റ് ഡയറക്ടറിന്റെ അവാർഡും കിട്ടിയത്. എല്ലാവരും എനിക്ക് എതിരെ കരുനീക്കം നടത്തി. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ പടം ഡയറക്റ്റ് ചെയ്യില്ല, ഇനി ഓൺലി നിരൂപണം. ആ നിരൂപണം ഇന്നും തുടരുന്നു. ഇപ്പൊ എല്ലാ സംവിധായകർക്കും, എല്ലാ നിർമ്മാതാക്കൾക്കും, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഈ പായ്പാടനെ വേണം. നിങ്ങൾ വന്ന കാര്യം? ഞാൻ ഡയറക്ടർ ഡിക്രൂസ്. എനിക്കറിയാം. അറിയാലോ. ഇന്നലെ നിങ്ങളുടെ പടം റിലീസായില്ലേ, ഇക്കിളി നാട്ടുകൂട്ടം. അറിയാഞ്ഞിട്ട് ചോദിക്കുക, ഇക്കിളി നാട്ടുകൂട്ടെന്ന പേര് കേട്ട ആരെങ്കിലും തിയേറ്ററിൽ കയറുള്ളൂ? സാറേ, കഥക്കുന്ന യാതൊരു കുഴപ്പമില്ല. സാറിന് അറിയാലോ, അനിയത്തി പ്രാവ് സിനിമ തന്നെ റിലീസായതിനു ശേഷം ആദ്യത്തെ 2 ദിവസമൊന്നും തിയേറ്ററിൽ പ്രളയം ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിനുശേഷം സൂപ്പർ ഹിറ്റ് ആയില്ലേ സാറേ? അത് ഞാൻ നിരൂപണം എഴുതിയിട്ടാണ് സൂപ്പർ ഹിറ്റ് ആയത്. അത് ഓക്കെ, പക്ഷേ അതില് കുറച്ചൊരു കണ്ടന്റ് ഒക്കെ ഇല്ലേ? അല്ല സാറേ, ഇത് തണ്ണീർക്കുടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന്റെ കഥയാണ്. തണ്ണീർക്കുടി. തണ്ണീർക്കുടിയിൽ ഇക്കിളി എന്താണോ? അതായത് അവിടെ പല വിഭാഗപ്പെട്ട ആൾക്കാരാണ് സാർ. ഓക്കെ. ആ ഗ്രാമത്തെ അവിടുന്ന് മാറ്റി, കുറെ ആൾക്കാരെ മാറ്റിയിട്ട് അവിടെ ഒരു ടെക്നോ. ശരി, അപ്പൊ നിരൂപണം എഴുതണമല്ലോ. ഏതായാലും നിരൂപണം, ഞാൻ എൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്, ഞാൻ നിരൂപണം എഴുതുന്ന സിനിമകളൊന്നും ഞാൻ കാണാറില്ല കേട്ടോ. വിവരങ്ങൾ ശേഖരിക്കുകയാണ് പതിവ്. ഈ സൗഹൃദമൊക്കെ ഓക്കെ, നല്ല കാശ് തരേണ്ടി വരും. എങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോയാൽ മതി. അപ്പൊ റെഡി അല്ലേ? അല്ല സാറേ, ഞാൻ ചോദിക്കുന്നത് ഇപ്പം സാറിന്റെ എങ്ങനെയാണ് എന്റെ ഒരു ഒന്നുമില്ല. നിങ്ങളുടെ പടമായതുകൊണ്ട് ഞാൻ പറയാമല്ലോ, 25,000 രൂപ. അതില് പാക്കേജാണ്. യൂട്യൂബ്, ഫേസ്ബുക്ക്, പത്രം, ആഴ്ചപ്പതിപ്പ് എല്ലാത്തിനും കൂടെ ചേർത്ത് 25,000 രൂപ ഒരു പാക്കേജാണ്. അല്ല, ഞാനെന്ന് പറഞ്ഞോട്ടെ, 25,000 ഇല്ലെങ്കിൽ ഒരു 10,000 രൂപയും നമ്മൾ ഇറങ്ങുന്ന പടം കാണാനുള്ള 2 ടിക്കറ്റും തന്നേക്കും. എന്തിന്? പടം കാണാനുള്ള ടിക്കറ്റ് എനിക്ക് വേണ്ട. ഞാൻ പടം കണ്ടിട്ടല്ലല്ലോ നിരൂപണം എഴുതുന്നത്. സാറൊരു സിനിമ എടുത്ത് പരാജയപ്പെട്ട ആളല്ലേ, സാറിന് വിഷമങ്ങൾ അറിയാലോ. മാർവാടി ചീത്ത വിളിച്ചിട്ടുണ്ട്, അതേ ഒരു അവസ്ഥ ഞങ്ങള്. അതെ, മാർവാടി വിളിച്ച ചീത്ത ഇന്നും എന്റെ ചെവിയിൽ മുഴങ്ങി. അത് മുഴങ്ങുന്നുകൊണ്ടാണ് കാശ് വാങ്ങിച്ചിട്ട് ഞാൻ നിരൂപണം എഴുതുന്നത്. എനിക്ക് എപ്പോഴും അല്ലാതെ തന്നെ റോഡേ കൂടെ നടക്കുമ്പോൾ തന്നെ എപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നത് എൻ്റെ പടം കണ്ടിട്ട് പ്രൊഡ്യൂസേഴ്സ് എന്നെ ചീത്ത വിളിച്ചത് ഈ ചെവിയിൽ. ഇതെല്ലാം കൂടെ ചേർന്ന് എൻ്റെ ബ്രെയിൻ എപ്പോഴും കുറെ ചീത്ത ഇങ്ങനെ നിറഞ്ഞു കിടക്കും. മണിക്കൂറും ചെവി മുഴക്കമാണ് ഈ ചീത്ത വിളി. ഞങ്ങളെ പടം ഇറങ്ങിയപ്പോഴേ നാട്ടുകാരൊക്കെ പാടെ എന്നെ പഞ്ഞി കിട്ടത് ഈ ചെവിയിൽ. അപ്പൊ പഞ്ഞി കിട്ടല്ലോ, അപ്പൊ അതിന് വേണം എഴുതി പൊക്കേണ്ടത്. നിങ്ങൾ പഞ്ഞിക്കിട്ട പടത്തിനാണ് എഴുതി പൊക്കാൻ എന്നോട് പറയുന്നത്. ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. വലിയ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു ചെറുതിട്ട് വലുത് പിടിക്കാം. ഓക്കെ അല്ലേ? സാധാരണ എഴുതുന്ന വാചകങ്ങൾക്ക് കട്ടി കൂടുതലാണ്, എങ്കിലും ഡബിൾ സ്ട്രോങ്. ഇക്കിളി നാട്ടുകൂട്ടത്തിന്റെ ഇതിവൃത്തം ഒന്ന് ചുരുക്കി പറഞ്ഞേ. തണ്ണീർക്കുടി. ഈ ഗ്രാമത്തിൽ കുറെ ഗ്രാമ അന്തേവാസികളുണ്ട്. ഇപ്പൊ ഇവിടെ വലിയൊരു ഫാക്ടറി കമ്പനി നിർവഹിക്കാനായിട്ട് അവിടുത്തേക്ക് കുറെ കുടിലുകളും മറ്റുള്ള മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞ് വലിയൊരു. എന്റെ നിരൂപണം തുടങ്ങുന്ന എന്തായിരിക്കും അറിയാം? തണ്ണീർക്കുടിയിലെ മാദക സുന്ദരിമാരുടെ നയന മനോഹരമായ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് ഇക്കിളി നാട്ടുകൂട്ടം. ന്യൂ ജനറേഷൻ പിള്ളേർ യൂത്തിന് ആ ഡയലോഗ് കേൾക്കുമ്പോൾ ഇച്ചിരി നിങ്ങൾ പറയുന്ന രീതിയിലല്ല ഞാൻ എഴുതുന്നത്. കണ്ടില്ലേ? മാദക സുന്ദരികൾ. ഇതൊക്കെ ചുരുൾ നിവർത്തുന്നതിൽ സംവിധായകൻ വിജയിച്ചിരിക്കുന്നു. ഡിക്രൂസ് എന്നും കൂടെ പേര് എഴുതിയിരിക്കാം. അടുത്ത സെന്റൻസ് പറ. കഥ ഇതിൽ നിന്ന് ചതിയുടെ രീതി. ഒരു കാര്യം, സംഘടനാ സംവിധാനം നിങ്ങളുടെ ഇവിടുത്തെ ലോക്കൽ അങ്ങേരല്ലേ? ആരായിരുന്നു? ബാബു മാഷ്. പക്ഷെ ഞാൻ എഴുതാൻ പോകുന്നത് മുതലാളിമാരും തൊഴിലാളിമാരും തമ്മിലുള്ള സംഘടന രംഗം സംവിധാനം ചെയ്തിരിക്കുന്നത് വിശ്വവിഖ്യാതനായ സ്റ്റണ്ട് മാസ്റ്റർ പീറ്റർ ഹെയ്നിന്റെ സഹസംവിധായകനായ ബാബു മാഷാണ്. ഓരോ സ്റ്റണ്ട് കാണുമ്പോഴും പ്രേക്ഷകർ തിയേറ്ററിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നുണ്ട്. പുലിമുരുകന് ശേഷം റോപ്പിലൂടെ തൂങ്ങിയുള്ള സ്റ്റണ്ട് ഈ ചിത്രത്തിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് എന്റെ രീതി. സ്റ്റണ്ട് ഇങ്ങനെയാണെങ്കിൽ പാട്ടും ഇതുപോലെ തന്നെ ഒന്ന് പറഞ്ഞേക്കണം. പാട്ട് ആരാണ് എഴുതിയിരിക്കുന്നത്? നമ്മുടെ ഒരു ഭാഗവതരാണ്. ആശാന്റെ പേരെന്തായിരുന്നു? രാജപ്പനാശന്റെ പാട്ടാണല്ലേ? ഭജനയ്ക്കൊക്കെ പോന്നെയാ പുള്ളി, അത്യാവശ്യം പാടും. വൃശ്ചികമാസമായ പാട്ട് മ്യൂസിക്കും അങ്ങനെ തന്നെ. ഓ, അതൊക്കെ എഴുതി കൊടുക്കാന്ന് പറഞ്ഞാൽ ഭജന ടൈപ്പിലാണ്. സംഗീത വിഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത്, ഗാനരചന സംഗീത വിഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത് രാജപ്പൻ മാഷാണ്. ശരിയാണല്ലോ? രാജപ്പൻ മാഷിന്റെ വരികൾ യുവാക്കളുടെ ഇടയിൽ ഇതിനകം തന്നെ ഇക്കിളി ഉണർത്തി കഴിഞ്ഞു.
കാതരന്റെ ഡയലോഗുകൾ ഏത് പ്രേക്ഷകന്റെയും കണ്ണുകൾ ഈറനണിയിക്കുന്ന ഒന്നാണ്. അവിടെ മാത്രം തെറ്റി. അതിപ്പോ കൈന്നിട്ട് എഴുതാണ്ടിരിക്കുന്നു അതുള്ളല്ലേ. അപ്പോൾ വേണമെങ്കിൽ എഴുതി ബൂസ്റ്റ് ചെയ്തോളാം. കാതരന്റെ ഡയലോഗുകൾ കേട്ട് തിയേറ്റർ മുഴുവൻ ഹർഷാരവത്തോടെ പ്രേക്ഷകർ കൈയടിക്കുന്നു. മതി. അതല്ലോ സംവിധായകൻ ഡിക്രൂസ് എഴുതി കയറ്റിയേക്കാം. സാറേ ഒരു കാര്യം പറയട്ടെ, നമ്മളെ ഈ പടം ഇറങ്ങിന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ നിന്ന് നാട്ടുകാരൊക്കെ പാടെ ഒരു പഞ്ഞി കിട്ടുകാറില്ലേ, ആ കൂട്ടത്തിൽ കുറെ ആൾക്കാർ മുളക് പൊടി എടുത്തിട്ട് കണ്ണിലും മൂക്കിലൊക്കെ വേറി ഭയങ്കര ജലദോഷം. അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് വരട്ടെ. നമ്മള് ജലദോഷം കൊണ്ട് നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ വരാം. ശരി പോയിട്ടോ. അത്രയ്ക്ക് മുളക് പൊടി ഒരുപാട് അവിടെ അടിച്ചു കേട്ടാ. പാവം കേട്ടാ. നമുക്ക് നമ്മൾ പോയി പെട്ടില്ല ആൾക്കാരുടെ മുമ്പിൽ. ഇവനാണ് പോയി പെട്ടത്. വേറൊന്നും അവനൊക്കെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊടുക്കണം. നിങ്ങളുടെ പടം വർക്ക് ചെയ്യില്ലേ, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊടുക്കണം. അല്ല അവന്റെ കയ്യിരിപ്പനുസരിച്ച് അടി കിട്ടിയില്ലെങ്കിലുള്ള അതിശയം. അല്ല അവന്റെ കയ്യിരിപ്പ് പറഞ്ഞാൽ നിങ്ങളുടെ പടത്തിന്റെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെ ഒരു പടം ചെയ്ത ആളാണെന്ന് പറഞ്ഞാൽ അവൻ മുളക് പൊടിയല്ല, ഈ മുളകും കുരുമുളകും എല്ലാം കൂടെ മിക്സ് ചെയ്തെറിയും ആൾക്കാർ. ആക്രമിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. കൂടി രക്ഷപ്പെട്ട് വന്നതാ. ശരി, അവസാനം ഡിക്രൂസിന്റെ കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഡിക്രൂസിന് എന്തെങ്കിലും കൈന്നിട്ട് എഴുതി കൊടുക്കണേ. സംവിധായകൻ ഡിക്രൂസിന്റെ മാന്ത്രിക സ്പർശം കൊണ്ട് ഇക്കിളി നാട്ടുകൂട്ടം പ്രേക്ഷകരിൽ ഒരു വശത്ത് ഇക്കിളിയും മറുവശത്ത് ദേശസ്നേഹവും നിറയ്ക്കുന്നു. ഈ ചിത്രത്തിന് ശേഷം കാതരനും ഡിക്രൂസിനും ചിത്രങ്ങളുടെ പരമ്പര തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതിനകം പല നിർമ്മാതാക്കളും കാതരൻ ഡിക്രൂസ് ജോഡിയെ സമീപിച്ചു കഴിഞ്ഞു. മൊയ്തീന്റെ അടുത്ത് സമീപിച്ചു. അല്ല സാറേ, കൺട്രോളറെ കുറിച്ച് ഒരു കാര്യം മൊയ്തീനെ കുറിച്ച് അല്ല എനിക്ക് കുഴപ്പമില്ല. അല്ല ഒരെണ്ണം എഴുതിക്കോട്ടെ. ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ മൊയ്തീന്റെ മുഖത്ത് മുളക് പൊടി എറിഞ്ഞു എന്നുള്ളത് സത്യവിരുദ്ധമാണ്. മുളക് പൊടി എറിഞ്ഞതല്ല, മറിച്ച് ഹോളി ദിവസം മുളക് പൊടിയിട്ട് ഇദ്ദേഹം ആഘോഷിച്ചതാണ്. അതെ അത് ഓക്കെ. പിന്നെ സാറേ പറയുകൊണ്ടൊന്നും തോന്നരുത്. ഇല്ല, ഈ കാതരൻ ഡിക്രൂസ് മാറ്റി ഡിക്രൂസ് കാതരൻ എന്നാണ് ഞാൻ ആദ്യം ഫീൽഡിൽ വന്നത്. ഓക്കെ, അപ്പൊ ഡിക്രൂസ് കാതരൻ. ഞാനല്ലോ ഡയറക്ടർ, ഞാനല്ലോ. അപ്പൊ ഞാൻ ആദ്യം എന്റെ പേര് ചോദിക്കട്ടെ, കഥ എന്റെയാണ്? കഥ എന്റെ സംബന്ധം. ശരി, ഒരു കാര്യം വേണ്ട. ഡിക്രൂസ് കാതരൻ ചില ഫേസ്ബുക്കിൽ ഡിക്രൂസ് കാതരൻ കൊടുക്കാം, യൂട്യൂബില് കാതരൻ ഡിക്രൂസ് കൊടുക്കാം. അങ്ങനെ മതി. അവന് വിഷം വരണ്ട, അങ്ങനെ മതി. ഓക്കെ, അപ്പോ ഇതെല്ലാം ഞാൻ എല്ലാം റെഡിയാക്കി വെക്കാം. 25,000 രൂപ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞാൻ യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങും. നിരൂപണത്തിന് താഴെ എന്റെ പേര് ഞാൻ വയ്ക്കില്ല. പേര് വെച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടി സഹായം കിട്ടൂല ജനങ്ങൾ. അതെന്താ, അത് റിസ്ക് അല്ലേ? എന്റെ വീട് ഞാൻ ഇൻഷുർ ചെയ്തിട്ടില്ല. ആൾക്കാർ കേറി വന്ന് കല്ലെറിയല്ലേ. ശരി, ഒരു കാര്യം ചെയ്യാം. ഞാനിത് എഴുതിയിട്ട് ഞാനൊരു 10 ദിവസത്തേക്ക് നാട് വിട്ട് നിൽക്കാം. അതല്ലേ പായ്പാട്ടോടൊക്കെ പോയി പായ്പാട്ടോട്ടൊക്കെ ഒന്ന് കറങ്ങിട്ട് ആൾക്കാർ എന്നെ ഉപദ്രവിക്കുന്ന. റിലീസ് ഉണ്ടോ? പായ്പാട്ട് റിലീസ് റിലീസ് വെക്കണ്ട. നിങ്ങൾക്ക് അറിയില്ലേ, ഇപ്പൊ ഇന്നലെ റിലീസ് ആയ പടല്ലേ പായ്പാട്ട്. ഇപ്പൊ റിലീസ് ഇല്ല, നെക്സ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. വേറെ കുഴപ്പമൊന്നും പ്രശ്നം ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞല്ലേ 25,000 രൂപയായിട്ട് വരിക കേട്ടാ. എല്ലാ മംഗളങ്ങളും. നിങ്ങളെ പോലുള്ളവരുണ്ടെങ്കിൽ മലയാള സിനിമ ഇനിയും തഴച്ച് വളരും. സന്തോഷം സാർ.